ഇത് ആ പാലത്തെ വികൃതമാക്കി. പിന്നെ ആകെ ആ കുഞ്ഞമ്മ പാലം എന്ന് പറഞ്ഞൊരു ചെറിയ പാലം ഉണ്ടായിരുന്നു, അതൊന്ന് നികത്തി ആ റോഡ് വലുതാക്കിയതല്ലാതെ പിന്നീട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എഞ്ചിനീയറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എഞ്ചിനീയർ ചെയ്ത മറ്റൊരു പാലം നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കാനേ പറ്റത്തില്ല, മൂത്രത്തിൻ്റെ പണം കാരണം. പിന്നെ എന്ത് വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന ഒരു ബസ് സ്റ്റാൻഡ്, കൊല്ലത്തെ കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാണ് പറയുന്നത്. അവിടെ നേരെ ഒരു റോഡ് പോകുന്നുണ്ട്, ലിങ്ക് റോഡ് ഓടി ആ കായലിലേക്കാണ് പോകുന്നത്. അന്തം വിട്ട് ആ റോഡ് പോകുന്നതാണ്. നമ്മൾ അടിച്ച് പാർത്തി നേരെ ആ റോഡിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ റോഡങ്ങ് നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അന്തം വിട്ട് പോകുന്ന റോഡ് കായലിൻ്റെ നടുക്ക് വന്ന് റോഡ് സ്തംഭിച്ച് നിൽക്കുന്നു. ഇതാണ് ഭരണനേട്ടം. അങ്ങനെ എന്തെല്ലാം ഞാൻ അതിലേക്ക് ഒന്നുമല്ല പോകുന്നത്. കാര്യം അതൊക്കെ ഇവിടെ നേരത്തെ എനിക്ക് സംസാരിച്ചത് കൊല്ലം കോർപ്പറേഷൻ്റെ നാറുന്ന ഭരണത്തെക്കുറിച്ച് ഇവരെല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അതിനൊരു മാറ്റം വേണ്ടേ എന്നുള്ളതാണ്. എത്ര കാലമാണ് നമ്മളിങ്ങനെ ഈ നാറുന്ന ഭരണത്തെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? നാറുന്നവരെ ചുമക്കുന്നവൻ നാറുമെന്നാണ് പറയുന്നത്. കൊല്ലക്കാർ മുഴുവൻ നാറിക്കൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലെമ്പാടും കൊല്ലം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.